ദിവ്യമന്നയുടെ പുതിയ പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിസംബർ 6 ഞായറാഴ്ച സഭയുടെ ചിന്താവിഷയം യോഹന്നാൻ സ്നാപകന്റെ ജനനം എന്നതാണ്. 25 നോമ്പിന്റെ ആരംഭത്തിൽ യോഹന്നാൻ സ്നാപകന്റെ ജനനം പ്രധാന ചിന്തകൾക്കും ധ്യാനത്തിനും വിഷയമാകും. സമർപ്പിതമായ ഒരു സമൂഹത്തെ കർത്താവിനു വേണ്ടി സജ്ജമാക്കുന്ന മഹത്തായ ശുശ്രൂഷയാണ് യോഹന്നാൻ സ്നാപകൻ നിർവഹിച്ചത്. അതിനാൽ ഈ അനുഗ്രഹീത വ്യക്തി പ്രഭാവത്തിന്റെ ജനനവും പ്രവർത്തനങ്ങളും എക്കാലവും അനുസ്മരിക്കുന്നു. ഇന്നത്തെ വേദഭാഗങ്ങൾ ഈ ചിന്തകളിൽ കേന്ദ്രീകരിക്കപ്പെട്ടതാണ്. ഒന്നാം പാഠം യെശയ്യാവ് 55:6 മുതൽ 13 വരെ. ദൈവത്തിൽ നിന്നും വിദൂരമായി യാത്ര ചെയ്യുന്ന ജനസമൂഹത്തോടുള്ള പ്രവാചകന്റെ അതിശക്തമായ സന്ദേശമാണ് ഇവിടെ കാണുന്നത്. ദൈവം അവസരങ്ങൾ സുലഭമാക്കിയിരിക്കുമ്പോൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ പ്രവാചകൻ ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. വാക്യം 7. യെശയ്യാവിന്റെ വാക്കുകൾ യോഹന്നാൻ സ്നാപകന്റെ ആഹ്വാനവുമായി വളരെ സാമ്യമുള്ളതാണ്. ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ അത് നന്മകൾ പ്രാപിക്കാനുള്ള അവസരങ്ങളാണെന്ന് പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാം പാഠം എബ്രായർ 4:1 മുതൽ 13 വരെ. സദ്വാർത്ത കേട്ടവരുടെ അവിശ്വാസവും അതിന്റെ പരിണിത ഫലവുമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. എന്നാൽ മടങ്ങി വരുന്നവരെ പരിമിതികൾ കൂടാതെ ദൈവം സ്വീകരിക്കുന്നു എന്ന വാഗ്ദാനവും നൽകുന്നു. സകലവും അറിയുന്ന ദൈവമുമ്പിൽ നാം ആയിരിക്കുന്നു എന്നത് ഒരു മുന്നറിയിപ്പായി ഈ വേദഭാഗത്ത് ദർശിക്കാം. ലേഖന ഭാഗം ഗലാത്യർ 1:11 മുതൽ 17 വരെ. വിശുദ്ധ പൗലോസ് തന്റെ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ യേശുക്രിസ്തുവിൽ കൂടെ ലഭ്യമായ രക്ഷയുടെ മഹാത്മ്യത്തെ ഇവിടെ പങ്കിടുന്നു. മഹത്തായ ഈ പദവി ദൈവകാരുണ്യം മാത്രമാണെന്ന് സത്യത്തെ സാക്ഷിക്കുന്നതോടൊപ്പം ഏവരും ഇത് കണ്ടെത്തണമെന്ന അഭിവാഞ്ഛയും പ്രകടമാകുന്നു. വേദപുസ്തക ഞായറാഴ്ചയായും സഭ ഇന്ന് വേർതിരിച്ചിരിക്കുന്നു. നമുക്ക് ലഭ്യമായ തിരുവചന സത്യങ്ങൾ പ്രാവർത്തികമാക്കേണ്ടതിന്റെ പ്രാധാന്യവും അനുസ്മരിക്കേണ്ടതാണ്. പാതയ്ക്ക് പ്രകാശമായ ദൈവവചനം മനുഷ്യ സമൂഹത്തിന് ലഭിച്ച അമൂല്യ സമ്പത്താണ്. അത് ജീവിതത്തിന് നൽകുന്ന പ്രത്യാശയും പ്രചോദനവും വിജയകരമായ ജീവിതയാത്രയ്ക്ക് സഹായകരമാണ്. സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെ. തിരുവചന ജനനത്തിന് മുന്നോടിയായി ചരിത്രത്തിൽ പ്രവേശിച്ച യോഹന്നാൻ സ്നാപകന്റെ ജനന വൃത്താന്തം ഇവിടെ വിവരിച്ചിരിക്കുന്നു. യോഹന്നാനെ കുറിച്ചുള്ള പരാമർശം സുവിശേഷ രചയിതാക്കൾ നൽകുന്നുവെങ്കിലും വിശുദ്ധ ലൂക്കോസ് മാത്രമാണ് ജനന വിവരണം അതിന്റെ പശ്ചാത്തലവും നൽകുന്നത്. വളരെ നാടകീയമായ അവതരണമായി ഇതിനെ കാണാം. യോഹന്നാന്റെ ജനനവും യേശുവിന്റെ ജനനവും മനുഷ്യബുദ്ധിക്ക് അതീതമായ സംഭവമാണ്. ആരായിരുന്നു യോഹന്നാൻ? ഇസ്രായേലിൽ ദീർഘമായ ഇടവേളയ്ക്ക് ശേഷം ഒരു കൊടുങ്കാറ്റ് പോലെ വന്ന പ്രവാചകനായിരുന്നു യോഹന്നാൻ. അഗ്നിശലാകൾ ചിതറിക്കുന്ന നയനങ്ങളും ചാട്ടവാറിന്റെ മൂർച്ചയുള്ള ശകാരങ്ങളുമായി ഇസ്രായേലിനെ അതിന്റെ ജീർണതകളിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ അവതരണനായ യോഹന്നാൻ സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവനാണെന്ന് കർത്താവ് സാക്ഷിച്ചിട്ടുണ്ട്. അത്ഭുതങ്ങളോ അടയാളങ്ങളോ യോഹന്നാൻ ചെയ്തില്ല. എന്നാൽ ഗാംഭീര്യമുള്ള തന്റെ വചസ്സുകൾ ദൈവത്തിനു വേണ്ടി ഉപയോഗിച്ചു. ഭീരുത്വം ലേശമില്ലാത്ത പ്രവർത്തന ശൈലിയാണ് യോഹന്നാൻ ഉണ്ടായിരുന്നത്. അധാർമികതയ്ക്കും ആഴമില്ലാത്ത ആത്മീയതയ്ക്കുമെതിരായി ഈ പുണ്യപുരുഷൻ ശക്തമായി പ്രതികരിച്ചു. സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും അത് ചലനങ്ങൾ സൃഷ്ടിച്ചു. കൊടുങ്കാറ്റ് പോലെ വീശിയടിച്ചു. ഇപ്രകാരമുള്ള ഈ മഹത് ജീവിതത്തെ അപഗ്രഥിക്കുമ്പോൾ ദൃശ്യമാകുന്ന 3 ആത്മീക സത്യങ്ങൾ ധ്യാനത്തിന് വിഷയമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, യോഹന്നാൻ ദൈവദാനമായിരുന്നു. ദൂതൻ അവനോട് പറഞ്ഞത്, നീ അവന് യോഹന്നാൻ എന്ന് പേരിടേണം. ലൂക്കോസ് 1:13. ഇത് കേവലമായ ഒരു നാമകരണ ശ്രമമല്ലായിരുന്നു. ഈ അഭിദാനത്തിന്റെ അർത്ഥം ദൈവദാനം എന്നാണ്. ദൈവം കരുണയുള്ളവൻ എന്ന അർത്ഥവുമുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഈ വിശേഷണങ്ങൾക്ക് യോഹന്നാൻ അനുയോജ്യനായിരുന്നു. ദീർഘനാളത്തെ അനപത്യ ദുഃഖത്തിന്
സെക്കറിയാവിനും എലിസബത്തിനും ദൈവം നൽകിയ മറുപടിയായിരുന്നു യോഹന്നാൻ. ദൈവിക അത്ഭുതത്തിന്റെ ദൃശ്യ പ്രതികരണം. അതിനാൽ തന്റെ ദൗത്യവും ശുശ്രൂഷയും ധീരതയോടെ നിർവഹിച്ചു. തന്റെ വിളിയും തെരഞ്ഞെടുപ്പിനെയും കുറിച്ച് ഉണ്ടായിരുന്ന ആഴമായ അവബോധമായിരുന്നു യോഹന്നാന്റെ വിജയ രഹസ്യം. ഇപ്രകാരം നമുക്ക് ലഭ്യമായ ജീവിതവും അതിന്റെ സാധ്യതകളും ദൈവദാനമാണെന്ന ചിന്ത നമ്മിൽ പ്രബലപ്പെടണം. ഇത് വിശ്വാസത്തിന്റെ അടിസ്ഥാനമാകുമ്പോൾ ഫലകരമായി പ്രവർത്തിക്കുവാൻ കഴിയും. ഈ നന്മകൾ പ്രാപിച്ചിരിക്കുമ്പോൾ ഇഷ്ടം പോലെയുള്ള ഒരു ജീവിതശൈലി നമുക്ക് സ്വീകരിക്കാനാവില്ല. അവൻ വളരണം, ഞാനോ കുറയണം എന്ന പ്രമാണം ജീവിതത്തിൽ ഉടനീളം സ്വീകരിച്ച വ്യക്തിയായിരുന്നു യോഹന്നാൻ. ഈ വീക്ഷണമാണ് യോഹന്നാനെ ഔന്നത്യത്തിൽ എത്തിച്ചത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവോദ്ദേശ്യം കണ്ടെത്തി സമർപ്പിതമായ ഒരു ജീവിതശൈലി സ്വീകരിക്കാനുള്ള ആഹ്വാനമാണ് യോഹന്നാന്റെ ജനന ചരിത്രം നമുക്ക് നൽകുന്ന സന്ദേശം. രണ്ടാമതായി, യോഹന്നാന്റെ ജീവിത ലക്ഷ്യം. ഈ പൈതൽ എന്താകും എന്ന് പറഞ്ഞു. ലൂക്കോസ് 1:66. യോഹന്നാനെ ദർശിച്ച ജനസമൂഹം പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. ഇതിനുള്ള ഉത്തരം യോഹന്നാന്റെ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും പ്രകടമായിരുന്നു. അതിന്റെ പ്രഭയിൽ ലോകം അനുഗ്രഹീതമായി. എത്ര മനോഹരമായ അനുഭവം! വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് യോഹന്നാൻ തന്റെ ശുശ്രൂഷ നിർവഹിച്ചത്. ദൈവം നിയോഗിച്ചു എന്ന അവബോധവും വിളിക്ക് അനുസൃതമായ പ്രതികരണവും യോഹന്നാനിൽ കാണുന്നു. ഇതായിരുന്നു ഈ പ്രവാചകന്റെ വിജയ രഹസ്യം. ഈ വിധ ചിന്തകൾ നഷ്ടപ്പെട്ടതാണ് ലോകത്തിന്റെ പരാജയം. അസ്വസ്ഥമായ ലോകത്തെ കണ്ടുകൊണ്ട് ലോകം ചോദിക്കുന്നത്, പ്രവാചകന്മാരെ പറയൂ, പ്രഭാതം അകലെയാണോ? പ്രപഞ്ച ശില്പികളെ പറയൂ, പ്രകാശം അകലെയാണോ? എന്നാൽ യോഹന്നാൻ പറഞ്ഞത്, പ്രഭാതവും പ്രകാശവും ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന മനുഷ്യന് ലഭ്യമാകുന്നുവെന്നാണ്. അതിനാൽ പുതിയ നിയമത്തിന്റെ ഉദയ നക്ഷത്രം, ദ മോർണിംഗ് സ്റ്റാർ ഓഫ് ദ ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന് യോഹന്നാനെ കുറിച്ച് പറയുന്നു. യോഹന്നാൻ എന്ന അതുല്യനായ പ്രവാചകനിൽ ലോകം പ്രതീക്ഷ അർപ്പിച്ചതുപോലെ നാമും ആയിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇത് സാധ്യമാകണമെങ്കിൽ യോഹന്നാനെ പോലെ ദൈവവുമായുള്ള ബന്ധം നമ്മിൽ ദൃഢമാകണം. മൂന്നാമതായി, യോഹന്നാന്റെ വിജയ രഹസ്യം. കർത്താവിന്റെ കൈ അവനോടുകൂടി ഉണ്ടായിരുന്നു. ലൂക്കോസ് 1:66. എത്ര മനോഹരവും ഹൃദ്യവുമായ വാക്കുകൾ! യോഹന്നാനെ മനസ്സിലാക്കിയുടെ പ്രതികരണമായിരുന്നു ഇത്. പ്രവാചകന്മാരുടെ ശ്രേണിയിൽ ഇതിഹാസ നായകനായി പ്രവർത്തിക്കുവാൻ കഴിഞ്ഞതിന്റെ രഹസ്യമാണ് ഈ വാക്കുകൾ. അനീതിക്കും അധമമായ പ്രവർത്തനങ്ങൾക്കുമെതിരായി ധീരതയോടെ ശബ്ദമുയർത്തുവാൻ സാധിച്ചത് കർത്താവിന്റെ കരം യോഹന്നാനോടുകൂടെ ഉണ്ടായിരുന്നതിനാലാണ്. ഈ പ്രവാചകൻ അചഞ്ചലനായി നിലകൊണ്ടു. സാക്ഷാൽ ദൈവപുത്രനായ യേശുവിനെ വഴിയൊരുക്കുവാൻ സാധിച്ചത് ദൈവകരം അവനെ ബലപ്പെടുത്തിയതിനാലാണ്. ഒരിക്കൽ പോലും സ്വന്തം ശക്തിയെക്കുറിച്ച് അഭിമാനിച്ചില്ല. യേശുവിന്റെ പിന്നണിയിൽ മാത്രം നിൽക്കാൻ ആഗ്രഹിച്ചു. ദിവ്യകാരുണ്യത്തിൽ മാത്രം ശരണം പ്രാപിച്ച് സർവസംഘ പരിത്യാഗിയായി സാക്ഷ്യം നിർവഹിച്ചു. ഇതായിരിക്കണം നമ്മുടെയും പ്രവർത്തന മാനദണ്ഡം. ദൈവ കൃപയും ശക്തിയും ദൈവകരങ്ങളുടെ ബലവുമില്ലാതെ നമുക്കൊന്നും ആവില്ല. കോവിഡ് കാലം ഇത് നമ്മെ പഠിപ്പിച്ചു. സ്വശക്തിയിലും കഴിവിലും ആശ്രയിച്ചവർ നിസ്സഹായരായി തീർന്നു. എന്നാൽ ദൈവത്തിന്റെ അത്ഭുത പരിപാലനം നമ്മെ ദിനംതോറും നടത്തുന്നു എന്ന പരാമർശം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ ഈ നാളുകളിൽ സാധിക്കുന്നു. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാറും എന്ന് വിശുദ്ധ പൗലോസ് പറയുമ്പോൾ ഇതാണ് ഓർമ്മിപ്പിക്കുന്നത്. നാം ദൈവത്തിന്റെ കൂട്ടുവേലക്കാരായി കർത്താവിന്റെ നുകത്തിന് കീഴിൽ പ്രവർത്തിക്കണം. ഭീതിജന്യമായ ലോക സാഹചര്യങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യം നമ്മെ ബലപ്പെടുത്തുന്നതാണ്. യോഹന്നാനെ പോലെ നമ്മയും ശക്തീകരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ലോക ചരിത്രത്തിൽ വിസ്മയം സൃഷ്ടിച്ച മഹാനായ ഏബ്രഹാം ലിങ്കന്റെ വിജയ രഹസ്യത്തെക്കുറിച്ച് ഒരു ചരിത്രകാരൻ പറയുന്നത്, ജീസസ് ഓഫ് നാസറത്ത് ടച്ച്ഡ് ഹിസ് ലിപ്സ് whenever he spoke and guided his hands whenever he wrote. നസ്രായനായ യേശു അവൻ സംസാരിച്ചപ്പോൾ അവന്റെ അധരങ്ങളെ തൊട്ടു, അവൻ എഴുതിയപ്പോൾ അവന്റെ കരങ്ങളെ നയിച്ചു. ഈ ബോധ്യം അദ്ദേഹത്തെ എപ്പോഴും നയിച്ചിരുന്നു. ഇത് നമ്മയും അനുഭവമാകുവാൻ സഹായിക്കട്ടെ. യോഹന്നാൻ സ്നാപകന്റെ ജീവിത വിവരണം വളരെ ചുരുക്കമാണെങ്കിലും ഏതൊരു കാലഘട്ടത്തെയും ആഴത്തിൽ സ്പർശിക്കുവാൻ പര്യാപ്തമാണ്. ഈ ജനനത്തെ സഭ ചിന്തിക്കുമ്പോൾ
അവ നൽകുന്ന പ്രചോദനം ഉൾക്കൊണ്ട് കർമ്മ നിരതരാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.